ദൈവനാമത്വപ്പെടട്ടെ. എത്ര പേര് ഇന്ന് പകലിൽ ക്രിസ്തുയേശുവിൽ സന്തോഷമായിരിക്കുന്നു? എല്ലാവരും ക്രിസ്തുയേശുവിൽ സുഖവും ശുഭവുമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അല്പനേരത്തെ ചിന്തയ്ക്കായിട്ട് വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 3:9 ഇങ്ങനെ വായിക്കുന്നു. ഇപ്പോൾ തന്നെ വൃക്ഷങ്ങളുടെ ചുവടിന് കോടാലി വെച്ചിരിക്കുന്നു. നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷമെല്ലാം വെട്ടി തീയിൽ ഇട്ട് കളയുന്നു. അതെ, കർത്താവിന്റെ വചനത്തിൽ പറയുന്നത് നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷമെല്ലാം വെട്ടി തീയിലിട്ട് കളയുന്നു. ഇതാരെ കുറിച്ചാണ് പറയുന്നത്? നമ്മളെ തന്നെ. വൃക്ഷമെന്ന് പറയുന്നത് നമ്മളെ തന്നെ. പ്രയോജനപ്പെടാത്ത വൃക്ഷമാണെങ്കിൽ വെട്ടി തീയിലിട്ട് കളയാനാണ് കൽപ്പന. കോടാലി വെച്ചിരിക്കുക. പക്ഷെ ആരാണ് മധ്യസ്ഥനായി നിൽക്കുന്നത്? യേശുപ്പൻ. എനിക്ക് വേണ്ടി, നിങ്ങൾക്ക് വേണ്ടിയിട്ട്. ഇന്ന് നമ്മളെ തന്നെ ഇന്ന് ശോധന ചെയ്യാവോ? നമ്മൾ ഫലം കായ്ക്കുന്നുണ്ടോ? കർത്താവ് ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യമായിട്ട് നമ്മൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നുണ്ടോ? നമ്മൾ പ്രൊഡക്റ്റീവാണോ? അങ്ങനെയല്ലെങ്കിൽ ഇന്ന് ഈ പകലിൽ ഒരു മാനസാന്തരത്തിന്റെ ദൂത പ്രയോജനപ്പെടുവാൻ തക്കോണം ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുത്താട്ടെ. ഈ വർഷാരംഭത്തിൽ നമ്മൾ എത്ര തീരുമാനം എടുത്തിരുന്നു? കർത്താവെ, അങ്ങയുടെ സന്നിധിയിൽ ഇരുന്ന് ഞാൻ ഇത്രയും പ്രാർത്ഥിച്ചോളാം, ഇത്ര മണിക്കൂർ പ്രാർത്ഥിച്ചോളാം, ഇത്രയും വചനം ഞാൻ ധ്യാനിച്ചോളാം, ദൈവ സാന്നിധ്യം അനുഭവിപ്പാൻ എൻ്റെ സമയങ്ങളെ ഞാൻ മാറ്റിവെക്കാം. ഫലങ്ങളെ പുറപ്പെടുവിക്കുന്നുണ്ടോ? ഫലം കായ്ക്കുന്നുണ്ടോ? എടുത്ത തീരുമാനങ്ങളിൽ ഉറച്ചു നിന്ന് തിരിഹിത പ്രകാരം മുന്നോട്ട് പോകുന്നുണ്ടോ? നമ്മൾ ഈ വർഷത്തിന്റെ അവസാനത്തോളം എത്തിക്കഴിഞ്ഞു. എന്നെ കേൾക്കുന്ന ദൈവജനമേ, മടങ്ങി വരുവാനുള്ള സമയമാണ്. നമ്മൾ എടുത്ത തീരുമാനങ്ങളിൽ നിന്ന് നമ്മൾ പുറകോട്ടാണെങ്കിൽ നിശ്ചയമായിട്ടും ഇന്നീ പകലിൽ മടങ്ങി വരുവാനുള്ള ദൂത. പ്രാർത്ഥനയ്ക്കായി നിങ്ങളുടെ മുഴങ്കാലുകളെ മടക്കിയാട്ടെ. വചനധ്യാനത്തിനായി നിങ്ങളുടെ സമയത്തെ വേർതിരിച്ചാട്ടെ. കർത്താവിന്റെ വരവ് വളരെ ആസന്നമായിരിക്കുക. നൽഫലങ്ങളെ പുറപ്പെടുവിച്ചാട്ടെ. അതെ, നല്ല ഫലം കായ്ക്കാത്തതിനെ വെട്ടിക്കളയുവാനാ കർത്താവിന്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്നത്. സമയം അടുത്തിരിക്കുന്നു. ഒന്നെങ്കിൽ നമ്മുടെ മരണം, അല്ലെങ്കിൽ കർത്താവിന്റെ വരവ്. ഇത് രണ്ടിലേതെങ്കിലും ഒന്ന് സംഭവിച്ചിരിക്കും. നല്ല ഫലം കായ്ക്കുവാൻ ഇന്ന് പകലിൽ ഈ കേട്ടുകൊണ്ടിരിക്കുന്ന ദൂതിന് മുമ്പിൽ ഒന്ന് സമർപ്പിച്ചാട്ടെ. പരിശുദ്ധാത്മാവ് ആരോടൊക്കെയോ ഇടപെടുന്നു. ആമേൻ, സ്തോത്രം. അതെ, നല്ല ഫലങ്ങളെ കായ്ക്കുവാൻ കർത്താവിന്റെ സന്നിധിയിലേക്ക് ഒന്ന് സമർപ്പിച്ച് നമുക്ക് ഒരുമനപ്പെട്ട് പ്രാർത്ഥിക്കാം. ആത്മാവിന്റെ ഫലങ്ങളെ പറ്റിയിട്ട് എന്തൊക്കെയാ പറയുന്നത്? ആത്മാവിലും ഫലങ്ങളെ നമ്മൾ പുറപ്പെടുവിക്കണം കേട്ടോ. സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം. ഈ നൽഫലങ്ങളാൽ നമ്മൾ നിറഞ്ഞിരിക്കണം. ഈ നൽഫലങ്ങളാൽ നിറഞ്ഞെങ്കിൽ മാത്രമേ നമ്മൾക്ക് പ്രൊഡക്റ്റീവ് ആവാൻ സാധിക്കത്തുള്ളൂ. കർത്താവിന്റെ നാമത്തിൽ പ്രസംഗിക്കണോ, ആത്മാവിൽ പ്രവചിക്കണോ, ആത്മാവിൽ പാടണമോ, ഇതെല്ലാം നൽഫലങ്ങളാൽ നിറയണം. പരിശുദ്ധാത്മാവിനോടൊന്ന് പ്രാർത്ഥിച്ചാട്ടെ. കർത്താവെ, അങ്ങയുടെ ഫലങ്ങളാൽ ഞങ്ങളെ നിറയ്ക്കണം, അങ്ങയുടെ വരങ്ങളാൽ നിറയ്ക്കണമേ. ഇന്ന് മുതൽ ഞങ്ങൾക്കൊന്നുകൂടൊന്ന് പ്രൊഡക്റ്റീവ് ആവുവാൻ സ്വർഗത്തിന്റെ ദൈവമേ, ഫലം കായ്ക്കുവാൻ ഞങ്ങളെ തന്നെ ഏൽപ്പിച്ചു തരുന്നു എന്നൊന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിയാട്ടെ. നമുക്ക് കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. കർത്താവെ, നൽകി തന്ന അനുഗ്രഹിക്കപ്പെട്ട സമയത്തിട്ട് നന്ദിയോടെ സ്തുതിക്കുന്നു. കേൾപ്പിച്ച ദൂതിനു മുമ്പിൽ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. ആത്മാവിന്റെ പകലിൽ കൃത്യമായി ഇടപെട്ടതിനിട്ട് നന്ദി. ആത്മാവിന്റെ ഫലങ്ങളാലും ഞങ്ങളെ നിറയ്ക്കണമേ. അങ്ങയുടെ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം, ഈ നൽഫലങ്ങൾ ഞങ്ങളിൽ നിന്നും പുറപ്പെടട്ടെ. കൃപാവരങ്ങളാലും ഞങ്ങളെ നിറച്ചു ഉപയോഗിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, അങ്ങയുടെ സന്നിധിയിൽ പ്രാർത്ഥിപ്പാൻ, വചനം ധ്യാനിപ്പാൻ, ഉപവസിപ്പാനൊക്കെ ഞങ്ങളുടെ സമയത്തെ വേർതിരിക്കുന്നു. ആത്മാവ് ഇടപെട്ടതിനിട്ട് നന്ദിയോടെ സ്തുതിക്കുന്നു. കർത്താവെ, ഒരു വ്യക്തി പോലും, ഈ ദൂത് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി പോലും കൈവിടപ്പെട്ടുവാൻ, നഷ്ടപ്പെട്ടുവാൻ ഇടവരുത് എന്ന് സ്വർഗത്തോട് പ്രാർത്ഥിച്ച് യാചിക്കുന്നു. സ്വർഗം തുറന്ന് പ്രാർത്ഥനയിട്ട് നന്ദി. സകല മാനവമഹത്വം കർത്താവിന്. ഞങ്ങൾക്ക് ജീവൻ തന്ന യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഈ വചനങ്ങളാൽ ദൈവം ഏവരെയും സമൃദ്ധിയായി ധാരാളമായി അനുഗ്രഹിക്കട്ടെ.